മകരവിളക്കിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ആലപ്പുഴ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും അയ്യപ്പന്മാരുടെ തിരക്കേറി. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് കൂടി വരികയാണ്. സ്പെഷ്യൽ തീവണ്ടികളുടെ എണ്ണം റെയിൽവേ നേരത്തെ കൂട്ടിയിരുന്നു. ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ റൂട്ടുകളിലാണ് കൂടുതൽ സർവീസുകൾ നടത്തുന്നത്. ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചതോടെ KSRTC സർവീസുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പ്രതിദിനം 200 സർവീസുകളാണ് വിടുന്നത്. 70 ബസ്സുകളാണ് ഇതിനായി ഉള്ളത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് അയ്യപ്പന്മാർ കൂടുതൽ വന്നിട്ടുള്ളത്. രണ്ടാം സ്ഥാനം പറയുകയാണെങ്കിൽ കർണാടകത്തിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. എങ്കിൽ പോലും പൊതുവെ മുൻ വർഷങ്ങളിലേക്കാൾ അയ്യപ്പന്മാര് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ വർഷം വളരെ കൂടുതലാണ്. ചെങ്ങന്നൂരിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മണ്ഡലകാലത്ത് പമ്പ സർവീസിലൂടെ 5 കോടിയുടെ വരുമാനമാണ് KSRTCക്ക് ചെങ്ങന്നൂർ ഇടത്താവളം നേടിക്കൊടുത്തത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ തീർത്ഥാടകരാണ് മകരവിളക്ക് സമയത്ത് എത്തിയത്. തമിഴ്നാട് തീർത്ഥാടകർ കുറവാണെങ്കിലും ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും വൻതോതിൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. മകരവിളക്ക് അടുക്കുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.